ഇന്ത്യൻ ആർമിയിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ 10+2 എൻട്രി ഇന്ത്യൻ ആർമിയിൽ ഉയർന്ന ശമ്പളത്തിൽ വിളിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ വളരെ പെട്ടെന്ന് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇന്ത്യൻ ആർമിയുടെ 10+2 ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. സോ ഇതിന് നമ്മുടെ www.joinindianarmy എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ എൻട്രിയുടെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ആദ്യം തന്നെ പറയുന്നത്. ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് മാത്രമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവർക്കും പറ്റില്ല. അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കാണ് പറ്റുന്നത്. പിന്നെ അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ +2 ഉണ്ടായിരിക്കണം. +2ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ടായിരിക്കണം. ഏകദേശം 60% മാർക്കോട് കൂടിയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ജിമെയിൽ 2026 അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ്. 90-ൽ പരം വേക്കൻസീസ് ആണ് നിലവിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ 16 മുതൽ 19 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 1 ജൂലൈ 2007 1 ജൂലൈ 2010 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 13 മെയ് മുതൽ 12 ജൂൺ 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇതിന് പരീക്ഷയില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, പിന്നെ SSB ഇൻ്റർവ്യൂ ഉണ്ടാവും, മെഡിക്കൽ ഉണ്ടാവും, പിന്നെ മെറിറ്റ് ലിസ്റ്റ് ഇടും. മെറിറ്റ് ലിസ്റ്റിൽ വരുന്നവർക്ക് ജോയിനിങ് ലെറ്റർ നൽകിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങൾ കയറി കഴിയുമ്പോൾ +2 ആണല്ലോ നിങ്ങളുടെ യോഗ്യത. ഇവിടുന്ന് നിങ്ങൾക്ക് ഏകദേശം ഡ്യൂറേഷൻ ഓഫ് 4 വർഷത്തെ ട്രെയിനിങ് ആണ് ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നെ എന്ത് ചെയ്യും, ആർമി പഠിപ്പിക്കും. ആ പഠിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, 56,100 രൂപ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് സാലറി പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കായിരിക്കും നിങ്ങളിവിടെ പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന സമയത്ത് ആർമിയിൽ ഓഫീസറായിട്ടായിരിക്കും നിങ്ങൾ ഇറക്കുക. അങ്ങനെ നല്ലൊരു അവസരം തന്നെയാണിത്. പെർമനൻറ്റ് കമ്മീഷനാണ്, സ്ഥിര ജോലിയാണ്. നിങ്ങൾ 10 വർഷമോ 4 വർഷമോ ഒന്നുമല്ല സർവീസ് ചെയ്യേണ്ട, 15 വർഷം ഒന്നുമല്ല. നിങ്ങൾക്ക് സ്ഥിര ജോലിയാണ്. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇതിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. റിട്ടയർഡ് ചെയ്യുന്നവർ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിനെ അപേക്ഷിക്കേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് ആണ് പിന്നീട് നൽകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഏജ് ലിമിറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വാളിഫിക്കേഷൻ പറഞ്ഞു, +2 ഉണ്ടായിരിക്കണം, 60% മാർക്കോടുകൂടി ഫിസിക്സ്, മാത്സ് ഇതൊക്കെ കൂടി കെമിസ്ട്രിയോട് കൂടി ഉൾപ്പെടെ ഉണ്ടാവണം. പിന്നെ ജിമെയിൽ 2026 അറ്റൻഡ് ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക. 90 വേക്കൻസിയാണ് ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സോ നല്ലൊരു അവസരമാണ്. നിങ്ങൾ ആദ്യം ലെഫ്റ്റനൻ്റ് ആയിട്ട് കയറും, പിന്നെ ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനൻറ്റ്, കേണൽ, ഇങ്ങനെ എന്ത് ചെയ്യും, കേണൽ, ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ബ്രിഗാഡിയർ, മേജർ, ഇങ്ങനെ മേജർ ജനറൽ, ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ പ്രൊമോട്ടായി പോകും. അതിനനുസരിച്ച് നിങ്ങളുടെ സാലറി ഇൻക്രീസ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് അലവൻസ് ഒക്കെ ഉള്ള പോസ്റ്റാണ് കേട്ടോ. മിലിറ്ററി സർവീസ് പേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏകദേശം ലെഫ്റ്റനൻറ്റ് മുതൽ ബ്രിഗാഡിയർ പോസ്റ്റ് വരെ, അതായത് ഇവിടെ മുതൽ ബ്രിഗാഡിയർ ഈ പോസ്റ്റ് വരെ നിങ്ങൾക്ക് 15,500 രൂപ നിങ്ങളുടെ സാലറിൻ്റെയും മറ്റുള്ള ആനുകൂല്യത്തിൻ്റെയൊക്കെ പുറമെ ഇതും കൂടി ലഭിക്കും. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം 2 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ സാലറി വരുന്നുണ്ട്. ബ്രിഗാഡിയർ ആകുമ്പോൾ തന്നെ അതിൻ്റെ അടുത്തൊക്കെ 1,39,600 ബേസിക് സാലറിയാണ് ആ പോസ്റ്റിൻ്റെ. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഈ ഒരു ശമ്പളം കൂടി, അതല്ല ഈ ഒരു അലവൻസും കൂടി നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഫിക്സ്ഡ് സ്റ്റൈപ്പൻഡ് ഫോർ കാഡറ്റ് ട്രെയിനിങ്, ഇത് നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാഡറ്റ് ട്രെയിനിങ് സമയത്ത് ലഭിക്കുന്നതാണ്. പിന്നെ യൂണിഫോം അലവൻസ് ആയിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ ഡെയർനെസ് അലവൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് അലവൻസുകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. റിസ്ക് അലവൻസ് പോലുള്ള ഒരുപാട് അലവൻസുകൾ ലഭിക്കും. പിന്നെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് പ്രതിമാസം 2,250 രൂപ അത് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഹോസ്റ്റൽ സബ്സിഡി അവർക്കായിട്ട് 6,750 രൂപ നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഉള്ള ഒരു പോസ്റ്റാണ് കേട്ടോ ഇത്. ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെയൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നല്ലൊരു പോസ്റ്റാണ്. അപേക്ഷിക്കാൻ +2 ആണ് വേണ്ടത്. പിന്നെ ജിമെയിൽ എഴുതിയിട്ടുണ്ടാവണം. അപ്പം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. 13 മെയ്യിലാണ് അപേക്ഷ തുടങ്ങിയത്. 12 ജൂൺ 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട. ബാക്കിയുള്ള അപ്ഡേറ്റും ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.